പുളിക്കലിൽ വെച്ചൊരു മുജാഹിദ് സമ്മേളനം നടന്നു. നമ്മുടെ ചെറുപ്പക്കാരോർക്കണം, അവിടെ നമ്മുടെ കേരളത്തിൽ ഒരു MLA പ്രസംഗിച്ചു. EK ഹസൻ മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് MLA എന്താ പ്രസംഗിച്ചത്? എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടും എന്നൊരു MLA പ്രസംഗിച്ചത്. ധൈര്യം ഉണ്ടോ ഇപ്പോൾ MLAക്ക് അങ്ങനെ പ്രസംഗിക്കാൻ? നിങ്ങൾ വെല്ലുവിളിക്കാൻ. അന്ന് സീതി ഹാജി പ്രസംഗിച്ചു എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ സുന്നികൾക്കെതിരെ ഞാൻ പോരാടും എന്ന് പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, ആ നെഞ്ഞൂക്ക് മുജാഹിദായ വകയിൽ പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ ഞങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു MLA ഇത് പറഞ്ഞതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഒരു ഭയങ്കര സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചെന്നറിയോ? കേട്ടവർ ജീവിച്ചിരിപ്പില്ലേ ഈ സ്റ്റേജിൽ പലരും. എന്താ EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചത്? ഞാനതിന്റെ കേസറ്റ് പലപ്പോഴും പല സ്റ്റേജിൽ മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ട്. അന്ന് EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, മുജാഹിദുകൾ ഒരു ഭാഗത്ത്, ആയിക്കോട്ടെ, മുസ്ലിങ്ങളല്ലാത്ത ഒരു അമുസ്ലിം വേറൊരു ഭാഗത്തു നിന്നാണ് ഞങ്ങള് അമുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മുജാഹിദിനെ പരാജയപ്പെടുത്തും എന്ന് EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു. ഞങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ അവർ ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യും. അത് ഒരു വഫാദിക്കെതിരെ ഒരു ഹിന്ദു എന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അവൻ ഹിന്ദുത്വമായത്തിനെ സഹായിക്കാറുണ്ട്. ഹിന്ദുക്കൾക്ക് നല്ല സംഗതി വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യണം. അതിൽ ദാർഢ്യമായിട്ട് വരും. അതിന്റെ സന്ദർഭവും വന്നെത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട്, രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ഞങ്ങൾ കുറെ പേടിക്കുന്ന കാര്യമില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം ജീവിതമാണ്. മുസ്ലിമില്ല പിന്നെന്ത് മുസ്ലിം ചെയ്ത്? പിന്നെന്ത് മറ്റേത്? ആദ്യം മുസ്ലിമുണ്ട്. മുസ്ലിം ഉണ്ടായിട്ട് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് മറ്റു പാചകം കൂടിച്ചേർക്കാം. ഇസ്ലാമിനത്തിന്റെ പാഠം നിഷേധിച്ചുകൊണ്ട് വെറും തനിക്ക് ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം നമ്മുടെ സ്ത്രീകളെ കൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധിതരാക്കും. അല്ലേ ചെയ്യുന്നത്? ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അർദ്ധനഗ്നമായും കൊണ്ട് തനി ഹൈന്ദവ വേഷത്തിൽ വേഷം അണിയിച്ചുകൊണ്ട് സിനിമയും മറ്റ് മീറ്റിങ്ങുകളിലും പാർക്കുകളിലും ഉറക്കാൻ വേണ്ടി ഇവരെ കയർ കൂടി വിട്ടത് ഞങ്ങളല്ലാതെ ഉത്തരവാണ്. അമുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മുജാഹിദിനെ പരാജയപ്പെടുത്തും. ആ പ്രസംഗിച്ചത് കാഞ്ഞമ്പലം മന്ത്രവാസിയാരൊന്നുകൂടി ആവർത്തിച്ചു. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പരാജയപ്പെടുത്തണം തെരഞ്ഞെടുപ്പുകളിൽ എന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് 28/7/79 ആ തീരുമാനപ്രകാരം സമസ്ത കേരള ജമിയത്തിൽ മുന്നോട്ട് നീങ്ങി. ഇത് കണ്ടപ്പോ മുജാഹിദീങ്ങൾക്ക് ബേജാറായി. കാരണം കേരളത്തിലുള്ള സുന്നികളാണ്, അവര് വിരലിലെണ്ണാവുന്ന അവഗണിക്കാവുന്ന ന്യൂനപക്ഷമാണ്. ഈ മുജാഹിദുകൾ സമസ്തയെ പിളർത്താൻ ഇനി എന്ത് പരിപാടി എന്ന ചിന്തയുമായി വന്നു. അവരുണ്ടാക്കിയ ആദ്യത്തെ ആരോപണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും കൊട്ടപ്പുറം സംവാദത്തിലടക്കം ലക്ഷങ്ങളെ ആവേശം കവർന്നെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കള്ളനാണെന്ന് പറഞ്ഞ് പ്രചരണത്തിന് വേണ്ടി കൊഴുപ്പുകൂട്ടു. അതിന് സമസ്തയിൽ നിന്ന് തന്നെ ഒരു മുസ്ലിയാരെ എന്തൊക്കെയോ പറയാനും പറയുമ്പോൾ സ്റ്റേജിലിരിക്കാനും അവർ കൂലിക്ക് വിളിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെതിരെ കള്ളപ്രചരണം നടത്തി. പിന്നീട് കേട്ടത് ഓരോ കാലത്തോരോന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ പറഞ്ഞു കാന്തപുരം RSS ആണ്, പിന്നെ ഒരിക്കൽ പറഞ്ഞു കാന്തപുരം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോഴും ഇവിടെ പ്രസംഗിച്ചാണ് നമ്മളെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ആരോപണം. പക്ഷെ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് CMP എന്താ ഇതിന്റെ മാന? CMP കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഹലാല്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആയാലോ അപ്പൊ ഹറാമ്. ഇത് ഏത് സമസ്യയാണ് തീരുമാനിച്ചത്? അതായത് CMP ഹലാൽ, CPM ഹറാം. CPM വോട്ട് ചെയ്താൽ ഹറാം, CMP വോട്ട് ചെയ്താൽ അത് വുജൂബ്. ഒന്ന് വുജൂബ്, മറ്റൊരു ഹറാം. എന്താ കാരണം? ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള മാർക്സിസ്റ്റ് മുന്നില, മറ്റതോ മാർക്സിസ്റ്റ് പിന്നില. ഈ തഖദീം തഅഖീറുമല മസാല സമസ്തക്കാരെ ഞാനപ്പുറം ചേളായ സമസ്തക്കാരോടാണ് ചോദിക്കുന്നത്. ഈ തഖദീം മാർക്സിസ്റ്റ് ഇപ്പറായാൽ ഒരു നിയമം, മാർക്സിസ്റ്റ് അപ്പറായാൽ വേറൊരു നിയമം. ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഇലക്ഷന് മത്സരിക്കുമ്പോ സുന്നികൾക്ക്
ചെയ്യുന്നവരാര് എന്ന് നോക്കിയിട്ടേ സുന്നികൾ വോട്ട് ചെയ്യൂ. ഞങ്ങളൊരു മഹാവിഡ്ഢികളാ. ഞങ്ങളെ പള്ളി പിടിച്ചെടുക്കാനും ഞങ്ങളെ പെർമിറ്റ് കൊടുക്കാനും ഞങ്ങൾക്ക് സ്കൂൾ അനുവദിക്കാതെയും ഞങ്ങളെ വഖഫ് ബോർഡിലെടുക്കാതെയും ഞങ്ങളെ തകർക്കാനും വേണ്ടി ഇവിടെ രംഗത്ത് വരുന്നവരൊക്കെ ഞങ്ങളെ ജയിച്ച് കയറ്റുക വേണ്ടത്. അതിന് മാത്രം വിഡ്ഢികളാണോ സുന്നികൾ? ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ഞങ്ങളുടെ വോട്ടും വാങ്ങി ഊർജം സ്വീകരിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിനെ തല്ലിക്കെടുത്താമെന്ന ധാരണയുമായി വല്ല രാഷ്ട്രീയക്കാരനുമുണ്ടെങ്കിൽ ആ പണിയുടെ കാലം കഴിഞ്ഞുപോയി എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ചു. അത് ഞങ്ങൾ കാന്തപുരല്ല, EK അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹമുള്ള യോഗത്തിലെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു.